ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഹെബ്രായർ 12:3 ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കുവാൻ അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എന്തുമാത്രം സഹിച്ചു എന്ന് ചിന്തിക്കണം. അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എന്തുമാത്രം സഹിച്ചു എന്ന് ചിന്തിക്കണം. നമുക്കൊന്നും അത്രമാത്രം ചോര ചിന്തേണ്ടി വന്നിട്ടില്ല, നമുക്ക് അത്രമാത്രം പോരടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം മനോധൈര്യം അസ്തമിച്ച് പൊരുതി തളരുമ്പോൾ, സഹനങ്ങളോട് മല്ലടിച്ച് വീഴുമ്പം, ഒരുപാട് വൈപരീത്യങ്ങളുടെ നടുവിൽ ചങ്ക് പൊട്ടുമ്പം നമ്മൾ ഓർക്കണം, എന്തോർക്കണം? നമ്മുടെ മനോധൈര്യം നഷ്ടപ്പെടാതിരിക്കാൻ നാം ഒരുവനെ ഓർക്കണം. നമ്മുടെ കർത്താവ് മിശിഹ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രയധികം കണക്കില്ലാതെ സഹിച്ചിട്ടും പിടിച്ചു നിന്നു. മിശിഹായെ നോക്കി 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 സൂര്യകാന്തി പുഷ്പം സൂര്യനെ നോക്കുന്നത് പോലെ നോക്കി നിന്നാൽ പിടച്ചു വീഴാനും തകർന്നു വീഴാനും കാരണങ്ങളുള്ളപ്പോഴും നമുക്ക് ആത്മാവിൻ്റെ ദീപം ജ്വലിപ്പിക്കാൻ സാധിക്കും. ഹെബ്രായർ 12:3 ആകയാൽ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് അവൻ എന്തുമാത്രം സഹിച്ചുവെന്ന് ഓർത്തുകൊണ്ടിരുന്നാൽ മനോധൈര്യം അസ്തമിക്കാതെ നമ്മളും സധൈര്യം മുന്നേറും. ആമേൻ. മാതാവിൻ തിരുരഹസ്യങ്ങൾ സഭയുടെ നന്മയ്ക്കുതകാനായി സിനിമാ വേദിയിലെത്തിക്കാൻ നാഥ കൃപ നീ